വീട്ടിൽ പോയിട്ട് വേഗം ബേബിയായിട്ട് ഓടി പോയോട്ടോ. ഇത്ര കൂൾകൂളായിട്ട് ഡെലിവറിക്ക് പോകാൻ കാരണം വേറൊന്നുമല്ല, ഞങ്ങളുടെ വീട്ടിൽ 6ാമത്തെ കുട്ടി വരുന്ന സീനാണിത്. ഓൾറെഡി ഞങ്ങളുടെ മൂത്ത ചേച്ചിക്ക് 4 കുട്ടികളും 2 ട്വിൻസും പിന്നെ 2ാമത്തെ ചേച്ചിയുടെ ഒരു ഉണ്ണിയുണ്ട്. അതുകൊണ്ട് സംഭവം ഡെലിവറി ആണെങ്കിലും പുറത്ത് ഈ 5 പിള്ളേരായിട്ട് ആകെ ഒരു മേളം തന്നെയായിരുന്നു. ബേബി വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും എക്സൈറ്റഡ് ആയത് ഞങ്ങളെക്കാൾ കൂടുതൽ കുഞ്ഞുകുട്ടികളായിരുന്നു. 5 പിള്ളേരും കണ്ടപ്പോൾ എന്താ പറയുക, അവരാദ്യമായിട്ടാണ്, അവർ കുറച്ച് ഗ്രോണപ്പ് ആയല്ലോ. അപ്പോൾ അവർ കണ്ടപ്പോഴത്തേനും അവർ ഇത് ഒരു കുഞ്ഞു കുട്ടി എന്നുള്ള പോലെ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരുന്നു എല്ലാവരും നോക്കിയിരുന്നിരുന്നത്. ഞങ്ങൾക്ക് പറഞ്ഞ ടെൻഷനുണ്ട്, കാരണം ഇവരെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാന്ന് അറിയില്ലല്ലോ. അങ്ങനെ അവരും ഭയങ്കര ഹാപ്പി ആയിപ്പോയി. അവരും കുറേയൊക്കെ നോക്കി. പിന്നെ ബേബീനെ അവരങ്ങനെ ലേബർ റൂമിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയായിരുന്നു. പിന്നെ ഇതൊരു ക്രിസ്മസ് കാലമായതുകൊണ്ട് ഹോസ്പിറ്റലുകാർ ക്രിബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞൊരു ഹാപ്പിനെസ് തന്നെയാണ് ലേബർ റൂമിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നവർക്ക്. കുറച്ച് വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമുക്ക് ബേബീനൊക്കെ കയ്യിൽ തന്നു. ഞങ്ങൾ പിന്നെ നല്ല കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ അവരുടെ സൈഡിൽ നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ നമ്മളതൊക്കെ കേട്ട് പിന്നെ നേരെ റൂമിലേക്കാണ് ബേബീനെ കൊണ്ടുപോയത്. ഞങ്ങൾ പിന്നെ വെയിറ്റ് ചെയ്ത മൊമെൻ്റ് എന്ന് പറയുന്നത് ബേബി റൂമിലേക്ക് വരുന്നതായിരുന്നു. ഈ 5 പിള്ളേരും ഈ ന്യൂ ബോൺ ബേബിയും ആ ഒരു വെൽക്കം സീൻ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഡ്രീം കണ്ടിരുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു. അതും ഭയങ്കര രസമായിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ക്ലോസ് ആയിട്ടൊരു ബേബിനെ കാണാമെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പി ആയിപ്പോയി. എല്ലാവരും ഞെട്ടിയിട്ടായിരുന്നു ഉണ്ണീനെ കാണുന്നുണ്ടായിരുന്നത്. തൊട്ട് നോക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു ആ മൊമെൻറ്റ്സൊക്കെ. ബേബി നല്ല ഉറക്കത്തിലായിരുന്നു എന്ന് തോന്നുന്നു. ഇത്രയും കോലാഹലം പുറത്തൊക്കെ ഉണ്ടായിട്ട് ഈ 5 പേരും കൂടെ പുറത്ത് ഇത്രയും ബഹളം ഉണ്ടാക്കിയിട്ടും ബേബിക്ക് സാരമായ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് തോന്നുന്നു ബേബി ഓൾറെഡി വയറ്റിലായിരുന്നപ്പോഴും ബേബി സൗണ്ടുകളൊക്കെ കേട്ട് അതിന് യൂസ്ഡ് ആയിരുന്നു തോന്നുന്നു. ബേബിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു ഡിസ്റ്റർബൻസ് ആയിട്ടോ അങ്ങനെയൊന്നും ബേബിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ബേബി അമ്മുകുട്ടീനെ വിളിക്കണം, അമ്മു ചേച്ചി എന്ന് പറഞ്ഞിട്ട് വിളിക്കണം. കുറഞ്ഞു വരും. അത്ര സ്മോളാണ്. സമയം ഇതിണ്ടാവും. ഇനി വരുന്ന ഡയലോഗുകൾ എല്ലാ ബേബി വരുമ്പോഴും അമ്മയുടെ ആസ് യൂഷ്വൽ ഡയലോഗ്സ് ആണ്. അത് അമ്മയ്ക്ക് 3 ഗേൾസ് ആയതുകൊണ്ട് അമ്മയ്ക്ക് എല്ലാവർക്കും ഒരു ബോയ്സ് വേണമെന്ന് അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് പിന്നെ ഗേൾസ് ഉള്ളവർക്ക് ബോയ്സും ബോയ്സ് ഉള്ളവർക്ക് ഗേൾസും ആവണം എന്നായിരിക്കുമല്ലോ ആഗ്രഹം. ഇതമ്മയുടെ സ്ഥിരം ഡയലോഗ്. ആ സ്ഥിരം ഡയലോഗ് ഇപ്രാവശ്യം ഉണ്ടായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ